വെറുതെ ബസ്സിൽ കയറിയിരുന്നതാ. എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല. എവിടെയാ പോവാ എനിക്കറിയില്ല. നമുക്കെന്നാ കണ്ടക്ടറോട് അന്വേഷിക്കാം. ചേട്ടാ ചേട്ടാ അങ്ങോട്ട് ചോദിക്കാം. ചേട്ടാ ചേട്ടാ എങ്ങനെ പോവാ? എടപ്പള്ളിയിൽ ഒരു മാൾ. എടപ്പള്ളി പോയാ മതിയോ? എടപ്പള്ളിയാണോ അറിയില്ല. എടപ്പള്ളി പോയാ മതിയോ? എവിടെ പോകാനൊക്കെ എനിക്കറിയില്ല എവിടെ പോകേണ്ടത്. ഞാന് എടപ്പള്ളി പോയാ മതി. അപ്പൊ എനിക്ക് എവിടെ പോകണ്ടേ? എടപ്പള്ളി പോയാ മതി എന്നാ. ഇവിടെ ഇതെവിടെ പോവാ? എടപ്പള്ളി കളമശ്ശേരി വരെ ഉണ്ട്. ആണോ? എന്നാ എടപ്പള്ളി പോവാ. എടപ്പള്ളി പോവാല്ലേ? അയ്യോ അയ്യോ എടപ്പള്ളി അല്ല സ്ഥലമല്ലേ? എടപ്പള്ളിയാ? എടപ്പള്ളി അല്ലല്ലോ. നല്ല സ്ഥലമാണോ? നല്ല സ്ഥലം അറിയാ. അല്ല എനിക്ക് അങ്ങോട്ട് പോണോ വേണ്ടോന്ന് ആലോചിക്കാനായിരുന്നു. എടപ്പള്ളി നല്ല സ്ഥലം. ലുലു മാളുണ്ടോ? ആ എടപ്പള്ളി പോവാം. നിങ്ങ പറ ഞമ്മ ആരുടെ കൂടി ഇരിക്കണം? എന്താ ഇവിടെ ഒരു ചേട്ടനുണ്ട്, അവിടെ ഒരു ചേട്ടനുണ്ട്, അവിടെ ഒരു ചേട്ടനുണ്ട് കേട്ടാ. അവിടെ ഒരു ചേട്ടനുണ്ട്. അപ്പൊ നമ്മ ആരുടെ കൂടെ ഇരിക്കണ്ട. കാര്യം പറയാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങി ഓടണം. നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളതാ എടപ്പള്ളി എത്താൻ പോയാണ്. നമ്മൾ എടപ്പള്ളിയിൽ എടപ്പള്ളി കണ്ട് എന്താ ചോപ്പത്താറായി ഗായ്സ്. ഞാൻ ചോദിച്ചോ എനിക്കറിയായിരുന്നു മനസ്സിലായ. എടപ്പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ എടപ്പള്ളി എത്തുന്ന എനിക്കറിയാം. മനസ്സിലായ? കാരണം ഞാൻ എടപ്പള്ളി ബസ്സാണ് പിടിച്ചത്. ഇത് കേൾക്കാൻ പോവാണ്. നമ്മ ചെയ്യാൻ പോകണം എന്താ വെച്ചാല് എനിക്കറിയില്ല എന്താ ചെയ്യാ. നമുക്ക് സത്യം പറയാൻ എനിക്ക് അറിയത്തില്ല. ഫുഡ് കഴിക്കാം. ചേട്ടാ ഇവിടെ നല്ല സീറ്റ് ഏതാ ഉള്ളത്? നല്ല സീറ്റ് ഏതാ ഉള്ളത്? ഉള്ളുണ്ടോ? ഹലോ. ഒരു 2 പൊറോട്ട. കറിയൊന്നും വേണ്ട. കറി വേണ്ട. 2 പൊറോട്ട എടുത്തോ. 2 ചായ വേണ്ട. പറ്റിച്ചേ ഞാൻ ചായ കുടിക്കും. മലബാറിൽ മുഖ്യ പോട്ടേടാ. മല ശരിക്കൊണ്ട് പോട്ടെ. ഞാൻ മലബാറിൽ പോട്ടാ. ഏതാ കാണുമല്ലോ. ഉച്ച മല ലക്ഷമല്ല. ഉച്ച മറ്റേതാ വെച്ചാൽ ചേട്ടാ പൊറോട്ട ആരുണ്ടാക്കിയ? ആ ചേട്ടനാണോ? പൊറോട്ട ആരുണ്ടാക്കിയ? ആ ചേട്ടനാ? പൊറോട്ട ആരുണ്ടാക്കിയ? നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയുണ്ട്. നേരത്തെ അഭിനന്ദിക്കാൻ വേണ്ടാണ്.
ചേട്ടാ ഉണ്ടാക്കിയ അല്ല ആരാ ഉണ്ടാക്കിയ ആരും ഉണ്ടാക്കില്ല നിങ്ങൾ പുറത്തുനിന്ന് മേടിച്ചാ ആരുണ്ടാക്കിയ ചേട്ടാ ഉണ്ടാക്കിയ പൊറോട്ട ഉണ്ടാക്കിയ ചേട്ടാ അല്ലേ ചേട്ടാ അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ ചേക്കാൻ്റെ വീഡിയോ കാണിച്ച കുഴപ്പമില്ല ഇവരാണ് പൊറോട്ട ഉണ്ടാക്കിയ ആൾക്കാർ അടിപൊളിയായിട്ട് ഓക്കെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയാൽ നേരിട്ട് പരിധിക്കാം ഓക്കെ ഗൈസ് ഇതാണ് പൊറോട്ട ഉണ്ടാക്കിയ ആള് ചേട്ടനാണ് കുഴപ്പമില്ല ഓക്കെ അടിപൊളി പൊറോട്ട ഓക്കെ ഞാൻ പൈസ 24 ചേട്ടാ ബാക്കി വെച്ചോ പൊറോട്ട കഴിച്ചാൽ എൻ്റെ പൊത്തെ പൊറോട്ട നല്ല സാധനം കാര്യം പറയാം പൊറോട്ട അത്യാവശ്യം കൊള്ളായിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് മൈദ കൂടിപ്പോയി വേറെ പ്രശ്നമൊന്നും ഞാൻ കാണുന്നില്ല ഞാൻ പൊറോട്ട നൈസായിരുന്നു പിന്നെ ഗൈസ് നമുക്ക് അറിയണ പോലെ ഒരുപാട് നാളത്തെ പരിചയമുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ ഒരു മീറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ മീറ്റ് ചെയ്യാൻ പോണത് ഞാൻ ഒരു വർഷത്തെ കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കോഴ്സിന് വേണ്ടി നമ്മൾ പോവാണ് അപ്പോൾ ആ കോഴ്സിന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിയാറായി ഓൾമോസ്റ്റ് എക്സാം വരെ കൂടി ഉള്ളൂ അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ കാണലുണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ ലാസ്റ്റായിട്ട് അവസാനമായിട്ട് ഞങ്ങളുടെ സാറും ഞങ്ങൾ കുറേ പിള്ളേരും കൂടിയിട്ട് പിള്ളേരെന്ന് പറയാൻ പറ്റില്ല എൻ്റെ പ്രായത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നേക്കാൾ മൂത്ത ആൾക്കാരാണ് കൂടുതലും എൻ്റെ അപ്പൻ്റെ ഉള്ളവന്മാരുണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി ഒരു മീറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആ മീറ്റപ്പിന് പോയി അറേഞ്ച് ചെയ്ത് വെച്ച മീറ്റപ്പ് ആഘോഷിച്ചിട്ട് അവിടെ നിന്ന് തിരിക്കാനാണ് പരിപാടി അപ്പോൾ ഇപ്പോൾ ഞാൻ ഉള്ളത് എടപ്പള്ളിയിലാണ് എടപ്പള്ളിയിൽ നിന്നാണ് ഞാനായിട്ട് ഫുഡ് കഴിച്ചത് അറിയാലോ അപ്പോൾ അത്രേ ഉള്ളൂ പറയാൻ ബാക്കിയൊക്കെ പിന്നെ കാണാം ഓക്കെ പറഞ്ഞ പോലെ മറ്റേ ആ പരിപാടിക്ക് ഞാൻ പോയില്ല കാരണം എന്താ വെച്ചാൽ ആ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് 200 സംതിങ് രൂപ പൈസ കൊടുക്കേണ്ടി വരും 200 റുപ്പീസ് സംതിങ് എനിക്ക് പൈസ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് പോയില്ല അപ്പോൾ എന്താ സംഭവിച്ചത് വെച്ചാൽ ഞാൻ ആ പരിപാടിക്ക് പോകാത്തതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ വീണ്ടും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല